അബ്രഹാം പാപ്പയ്ക്ക് 100 വയസ്സുള്ളപ്പോഴാണ് കുഞ്ഞാവ ജനിച്ചത്. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 5 വാക്യം. എങ്കിൽ സാറാമ്മയുടെ പ്രായം എത്രയായിരുന്നു? ഒന്ന് വായിച്ച് കണ്ടുപിടിച്ചേ. ഉത്തരം ഉൽപ്പത്തി പുസ്തകം 17 അധ്യായം 17 വാക്യത്തിലുണ്ട്. അബ്രാഹത്തിന് ദൈവം കൊടുത്ത ഗിഫ്റ്റുകളിൽ ഏറ്റവും വിലപ്പെട്ടത് ഇസഹാക്കായിരുന്നു. അബ്രാഹത്തിന് തിരിച്ചു തന്നോട് സ്നേഹമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പ്രിയ മകനെ ദൈവം തിരിച്ചു ചോദിച്ചു. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. സർപ്രൈസ് എന്തായിരുന്നു എന്ന് അറിയണമെങ്കിൽ ബൈബിള് തുറന്ന് ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം 1 മുതൽ 18 വരെ ഒന്ന് വായിച്ചാലോ? കൂട്ടുകാരെ, യോഹന്നാൻ 3 അധ്യായം 16 വാക്യത്തിൽ പറയുന്നത് പോലെ തന്റെ ഏകപുത്രനെ നൽകാൻ തക്ക വിധം നമ്മെ അത്രമാത്രം സ്നേഹിച്ച ദൈവം എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് ഡെയിലി തന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് ഗോഡ്. സത്യത്തിൽ നമ്മുടെ ഈ കണ്ണും കാതും കൈയും കാലും ഒക്കെ ഒരു അത്ഭുതമല്ലേ? പക്ഷെ നമ്മൾ ദൈവത്തിന് എന്താണ് തിരിച്ച് ഗിഫ്റ്റ് കൊടുക്കുന്നത്? സിനിമ കാണാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ സമയം മാറ്റിവെക്കുന്ന നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവമാണോ പങ്കെടുക്കുന്നത്? സ്കൂളിലെ പാഠങ്ങൾ പഠിക്കുന്നത് പോലെ നമ്മൾ ഈശോയെ കുറിച്ച് പഠിക്കാൻ മെനക്കെടാറുണ്ടോ? നമ്മൾ തിരുവാല സഖ്യത്തിലൊക്കെ അംഗങ്ങളാണോ? ദൈവമഹത്വത്തിനായി നമ്മുടെ കഴിവും സമയവും ഒക്കെ എന്തോരം നമ്മൾ ചെലവാക്കാറുണ്ട്? ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നിട്ട് ദൈവത്തിന് എന്തൊക്കെ ഗിഫ്റ്റ് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഒന്ന് പറയാമോ കൂട്ടുകാരെ? ദൈവം തന്ന ഗിഫ്റ്റുകൾക്കൊക്കെ നന്ദി പറഞ്ഞ് ഇന്നത്തെ വചനം പെട്ടെന്ന് പഠിച്ചാലോ? 2 കൊരിന്തോസ് 9 അധ്യായം 15 വാക്യം. അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി.